നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, നമ്മുടെ കാറിൽ നമ്മൾ ഈ ഹെഡ്ലൈറ്റൊക്കെ ഈ യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു സംഭവം നിങ്ങളുടെ കാറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ പെയിൻ്റൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു മങ്ങലും ഈ യെല്ലോ ഷെയ്ഡും അത് കാറിൻ്റെ ഒരു ഭംഗിക്ക് ഒരു കുറവ് വരും. അപ്പം ഹെഡ്ലൈറ്റൊക്കെ അറിയാലോ, നല്ല വിലയാണ്. ഏകദേശം 3000-3500 പല ടൈപ്പ് ഹെഡ്ലൈറ്റ് ഉണ്ട്. അപ്പം എന്തായാലും 3000 കുറയാതെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഹെഡ്ലൈറ്റ് ആ യെല്ലോ ഷെയ്ഡ് മാറാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ വണ്ടികൾ കാറിൽ ഈ യെല്ലോ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അത് മൊത്തത്തിൽ പുതിയതുപോലെ ഗ്ലേസിങ് വരുമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു വൃത്തിയുടെ ഫ്രണ്ടിലത്തെ ആ വൃത്തിയുടെ അങ്ങ് മാറിക്കിട്ടും. അത് ഒരുപാട് പേര് വന്ന് നല്ല റിസൾട്ടാണ്. അപ്പോൾ അതിന് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ആ യെല്ലോ ഷെയ്ഡിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ പെയിൻറ്റിങ്, സർവീസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും കാറിൻ്റെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് റിന്യൂവൽ സംബന്ധമായാലും ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓരോ ഇൻഷുറൻസും ഓരോരോ ബെനിഫിറ്റും കാര്യങ്ങളാണ് നൽകുന്നത്. ചില ഇൻഷുറൻസ് കമ്പനി ക്ലെയിം 50%, ചിലപ്പോൾ 100%, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ വില കുറച്ച് കുറേ കോട്ടെടുക്കും എല്ലാ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും. അപ്പോൾ ഓൺലൈൻ വഴി എടുക്കുന്നവരുമുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നുള്ള ബെനിഫിറ്റ് നമ്മളിപ്പം എന്തായാലും ഇൻഷുറൻസ് മെയിനായിട്ട് 100% എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ റിന്യൂവൽ ചെയ്യാൻ. മനുഷ്യൻ്റെ കാര്യമാണ്, അതേപോലെയുള്ള വണ്ടിയുടെ കാര്യം. എപ്പോഴും ഇൻഷുറൻസ് നമ്മൾ കഴിയുന്നതും നല്ല രീതിയിൽ, അതായത് ഫുൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കണം. അതായത് സംഭവിച്ച കാര്യമാണ്. ഒരു ആൾ പുതിയ വണ്ടി എടുക്കുന്നു, ഞാൻ പറഞ്ഞു പുള്ളി തേർഡ് പാർട്ടി, എനിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മതി. ഞാൻ 20-30 വർഷമായിട്ട് ഗൾഫിൽ നാട്ടിലൊക്കെ ഞാൻ വണ്ടി ഓട്ടിക്കുകയാണ്, വണ്ടി ഇടിക്കുകയൊന്നുമില്ല. അപ്പോൾ അതേപോലെ സാറേ പുതിയ വണ്ടിയാണ്, ഇൻഷുറൻസ് എടുക്കണം. വേണ്ട, കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നല്ല എമൗണ്ട് ആവും. അപ്പോൾ പുള്ളി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എടുത്തത്. അപ്പോൾ ഞാൻ എന്താ പറയാ, അതായത് വണ്ടി എടുത്ത് നെക്സ്റ്റ് ആഴ്ച വണ്ടി ആക്സിഡൻ്റ് ആവുകയാണ്. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മനുഷ്യൻ്റെ കാര്യം, ഇപ്പോൾ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ലെന്ന് പറയും പോലെ വണ്ടിയുടെ ഇൻഷുറൻസ് 100% എടുക്കുക. ആ വണ്ടി ആക്സിഡൻ്റായി ഏകദേശം 1 ലക്ഷത്തിന് മേളിൽ എമൗണ്ടായി. അപ്പം ആൾക്ക് കാര്യം മനസ്സിലായി. അപ്പം നമ്മളിപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് അത് മനുഷ്യന് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കാറിൻ്റെ ഇൻഷുറൻസ് 100% ഫുൾ ഇൻഷുറൻസ്, എല്ലാ ഘടകങ്ങളും, കീ പ്രൊട്ടക്ഷൻ, എൻജിൻ പ്രൊട്ടക്ഷൻ, വാറണ്ടി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ നോക്കി നമ്മൾ എടുക്കുക. എന്നുവെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആക്സിഡൻറ്റ്, പേര് മാറാൻ മറന്നുപോയി, ഇൻഷുറൻസിലുള്ള പേര്, RCയിൽ ഒരാളുടെ പേര്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് പെയിൻറ്റിങ് അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ കൊടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം എടുത്ത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.